ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോൺ, 30 വയസ്സ്. എറണാകുളത്ത് ഫിസിയോതെറാപ്പിസ്റ്റായി ജോലിക്ക് പോകുമ്പോൾ സ്നേഹിച്ച പെൺകുട്ടി നമ്മുടെ സ്റ്റാറ്റസിന് മറ്റാരല്ലെന്നും പറഞ്ഞ് എന്നിൽ നിന്നും അവളെ അകറ്റി. ഒടുവിൽ അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ചതോടെ എൻ്റെ വീട്ടുകാരുമായി എനിക്ക് വഴക്കുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങി എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ റൂമെടുത്ത് താമസം മാറ്റേണ്ടി വന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ആലീസ് ആൻറ്റിയുടെ പ്രതികാരത്തിൻ്റെയും ഒപ്പം അവരിലൂടെ എനിക്ക് കിട്ടിയ സ്വപ്ന തുല്യമായ ജീവിതത്തെക്കുറിച്ചുള്ള കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ എതിർവശത്തുള്ള ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. പലപ്പോഴും ഞാൻ അയാളെ ലിഫ്റ്റിൽ വെച്ചും അല്ലാതെയും കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ റൂമിൻ്റെ മുന്നിലുള്ള ഫ്ലാറ്റിലാണ് ആലീസ് ആൻറ്റിയും അവരുടെ ഭർത്താവ് ആൻ്റണി അച്ചായനും താമസിക്കുന്നത്. ആൻ്റണി അച്ചായനുമായാണ് ഞാൻ ആദ്യം പരിചയത്തിലാവുന്നതും. എന്നും പുറത്തു വെച്ചും ഇടയ്ക്കും ജോലിക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ചും ഞാൻ അച്ചായനെ കാണും. അവരിലൂടെ ആൻറ്റിയെക്കുറിച്ച് അറിഞ്ഞു. കുട്ടികളില്ലാത്ത അവർ മാത്രമാണ് ഫ്ലാറ്റിലുള്ളതെന്നും എറണാകുളത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അച്ചായന് ജോലിയെന്നും അറിയാവുന്നത് അച്ചായനുമായി പതുക്കെ നല്ല അടുപ്പമായി. അങ്ങനെ ഒഴിവു ദിവസം എന്നെ അവരുടെ ഫ്ലാറ്റിലേക്ക് വിളിക്കാൻ തുടങ്ങി. അന്നത്തെ ഭക്ഷണമെല്ലാം അവരുടെ കൂടെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അയാളുടെ ഭാര്യയായ ആലീസ് ആൻറ്റി ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും. ആരും ഒന്ന് നോക്കിപ്പോവും. കണ്ടാൽ ഒരു 30 വയസ്സ് തോന്നിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് ഒരു 35 വയസ്സുണ്ട്. ആൻ്റണി അച്ചായനുമായി നല്ല കൂട്ടായതോടെ അയാളുടെ കൂടെ വെള്ളമടിക്കും ഞാൻ കമ്പനി കൂടി. പിന്നെ സ്ഥിരമായി അവരുടെ ഫ്ലാറ്റിൽ പോകാൻ തുടങ്ങി. എനിക്കെപ്പോൾ വേണമെങ്കിലും അവരുടെ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലാനുള്ള രീതിയിൽ ഞങ്ങൾ അടുത്തു. കുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെ വിളിച്ചു പറയുന്ന അച്ചായനെ വിളിക്കാൻ ആൻറ്റി അടുത്തേക്ക് വന്നു. ദേ മനുഷ്യ, ഇങ്ങനെ കുടിച്ച് ചാകാനാണോ? ആൻറ്റി ചോദിച്ചു. ആൻറ്റി, ഞാൻ പറഞ്ഞതാ മതിയെന്ന്, പക്ഷേ അങ്കിള് കേൾക്കണ്ടേ? ഞാൻ ആൻറ്റിയോട് പറഞ്ഞു. ആ, കേൾക്കില്ല, എല്ലാം അയാൾ കാരനാണ്. അതാരാ ആൻറ്റി? ഡാ, നീ ഒന്ന് പിടിച്ചേ മനുഷ്യനെ, ഒന്ന് റൂമിലേക്ക് കിടത്തട്ടെ. ഞാനും ആൻറ്റിയും പിടിച്ച് അച്ചായനെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്താ ആൻറ്റി ഇച്ചായൻ്റെ പ്രശ്നം? നിങ്ങൾ ആരെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്? എടാ, അത് അച്ചായൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഇക്കേ. അതാരാ? എന്താ പ്രശ്നം? ഇച്ചായൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല. അയാളുമായി ഉള്ള സമ്പാദ്യമെല്ലാം എടുത്ത് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങി നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണ തിരക്കുമായി ഇച്ചായന് ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയം നോക്കി അയാൾ ഇച്ചായൻ അറിയാതെ ഓരോന്നായി സ്വന്തം പേരിലാക്കുകയായിരുന്നു. അയാൾ അങ്ങനെ ചെയ്തത് അച്ചായന് മനസ്സിലായില്ലേ? നിങ്ങൾ നിയമ നടപടിയൊന്നും എടുത്തില്ലേ? ഞാൻ ചോദിച്ചു. എടാ, അതുകൊണ്ടൊന്നും കാര്യമില്ല. എല്ലാം ഇച്ചായൻ്റെ ബുദ്ധിമോശം കൊണ്ട് പറ്റിയതാണ്. ആവശ്യമില്ലാതെ ആ തിരക്കിൽ എല്ലാത്തിനും പോയി ഒപ്പുവെച്ചു. പിന്നെയാണ് ചതി മനസ്സിലായത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ? അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന് കൂട്ടിയാൽ മതി, ഞാൻ പറഞ്ഞു. അൻവറേക്ക് കാണുമ്പോൾ എനിക്ക് കൊല്ലാനുള്ള പക തോന്നൂടാ. അൻവർ എന്നാണോ അയാളുടെ പേര്? ഞാൻ ചോദിച്ചു. അതെ, ഇച്ചായൻ കണ്ടുവച്ച പാലാരിവട്ടത്തെ വസ്തുവിലാണ് അയാളിപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. ഇതൊന്നും ഇച്ചായൻ അറിയില്ല, കുടിച്ച് നടന്നാൽ മതി. ആൻറ്റിക്ക് അച്ചായനേക്കാൾ അവരോട് ദേഷ്യമുണ്ടല്ലേ? പിന്നെ ഇല്ലാതെ, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് അവരല്ലേ? എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ കുടിച്ചു നടക്കുന്നത് അവർ കാരണമല്ലേ? സാരില്ല, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ? ഒരു ദിവസം എല്ലാം തെളിഞ്ഞു വരും. എവിടെ? എനിക്കങ്ങനൊരു പ്രതീക്ഷയില്ലടാ. കുട്ടികളുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതിനുള്ള ഭാഗ്യവും എനിക്കില്ലാതെ പോയി. അത് ഡോക്ടറെ കാണിച്ചില്ലേ ആൻറ്റി? മരുന്ന് കുടിച്ചാലല്ലേ? ഇങ്ങനെ കുടിച്ചാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ അച്ചായനാണോ പ്രശ്നം? എൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാൻ? എന്താ ആൻറ്റി, ആൻറ്റി കരയല്ലേ? നിങ്ങൾ സമാധാനിക്ക്. ആൻറ്റിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് ആൻറ്റിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആൻറ്റി എൻ്റെ ചുമരിലേക്ക് ചാഞ്ഞു. ആൻറ്റി കരയല്ലേ? ഞാനില്ലേ ആൻറ്റിക്ക്? നീ വെറുതെ പറയുന്നതല്ലേടാ. അല്ല ആൻറ്റി, സത്യം. നിങ്ങളെ കണ്ട നാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ്. ഇച്ചാനായിട്ട് ഓർത്തിട്ടാണ്
ഞാനൊന്നും പറയാനത്. ആൻറ്റി മുഖം എൻ്റെ നേരെയാക്കി എന്നെ നോക്കി. അപ്പുറത്ത് ബോധമില്ലാതെ കിടക്കുന്ന അച്ചായനെ നോക്കി ആദ്യമായി എനിക്കൊരു വെറുപ്പ് തോന്നി. എനിക്കറിയാം, നീ എന്നെ നോക്കുന്ന നോട്ടം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൻറ്റി പറഞ്ഞു. ആൻറ്റിക്കും ഇത്രയും ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ലെങ്കിൽ ഇത്രയും ദിവസം നിങ്ങളെ ഞാൻ പട്ടിണി കിടത്തില്ലായിരുന്നു. ആ വേണ്ടടാ, ഞാൻ പരസ്യം ചെയ്യാം എനിക്ക് കയറി നടക്കാണെന്ന്. ആൻറ്റി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആലീസ് ആൻറ്റി തന്നെയാണോ ഈ പറയുന്നതെന്ന്. ഇച്ചാൻ അറിയാതെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കെട്ടിയോനല്ലേ, സ്നേഹം ഉണ്ടായിട്ടാണ്. ഇല്ലെങ്കിൽ എന്നെ ഇട്ടേച്ച് പോയിട്ടുണ്ടാവും ഞാൻ, ആൻറ്റി പറഞ്ഞു. എൻ്റെ ആൻറ്റി, ഇന്നെല്ലാം മറന്ന് നമുക്ക് ആഘോഷിക്കാം. അങ്ങനെ കുടിച്ച വെള്ളത്തിൻ്റെ പവറിൽ ഞങ്ങളെല്ലാം വളരെ നന്നായി ആഘോഷിച്ചു. അന്ന് പുലർച്ചെയാണ് ആൻറ്റി അച്ചായൻ്റെ അടുത്തേക്ക് പോയത്. അതുവരെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അന്നു മുതൽ ഞാൻ അച്ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കാതെ അച്ചായനെ കഴിപ്പിച്ച് സൈഡിലാക്കി ആൻറ്റിയുടെ അടുത്ത് പോകാൻ തുടങ്ങി. പിന്നെ ക്ലിനിക്കിൽ നിന്നും ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി നല്ല മോഡേണാക്കി എൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും സ്നേഹതുല്യമാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചായൻ ആകെ വിഷമത്തോടെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. എന്തു പറ്റി ഇച്ചായ, എന്താ മുഖമൊക്കെ വാടിയിരിക്കുന്നേ? ആലീസ് ആൻറ്റി അച്ചായനോട് ചോദിച്ചു. എടി, ഞാനിന്ന് അൻവറിനെ കണ്ടിരുന്നു. അവൻ്റെ മോൻ കല്യാണം കഴിച്ചത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ അബ്ദുഖാൻ്റെ മോളെയാണ്. അതിനെന്താ, നിങ്ങൾ അബ്ദുഖായും പ്രശ്നമില്ലല്ലോ? എടി, അബ്ദുഖായോട് അവൻ പറഞ്ഞത് എല്ലാ ആളുകളുടെ മുന്നിലിട്ട് എന്നെ മോശമായി പറഞ്ഞു. വിഷമിച്ചിട്ട് എന്താ കാര്യം, എല്ലാം ഈശ്വരനോട് പറയാം, ആലീസ് ആൻറ്റി പറഞ്ഞു. പക്ഷേ അച്ചായൻ്റെ മനസ്സിൽ ആ സംഭവം ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ആൻറ്റിയുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ പോയി നോക്കുന്നത്. അച്ചായൻ സാരിത്തുമ്പിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. കുറച്ച് ദിവസം വേണ്ടി വന്നു ആൻറ്റി ഒന്ന് ഓക്കെ ആകാൻ. ആൻറ്റിയെ സമാധാനിപ്പിച്ച് ഞാൻ ആൻറ്റിയുടെ കൂടെ തന്നെ നിന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആൻറ്റിയെ ഫ്ലാറ്റിൻ്റെ പുറത്ത് വെച്ച് കണ്ടു. ഞാൻ ആൻറ്റിയോട് ചേർന്ന് നടന്നു. ഡാ, നീ എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും കാണും, നീ ഫ്ലാറ്റിലേക്ക് ചെല്ല്, ആൻറ്റി പറഞ്ഞു. അല്ലെങ്കിൽ ആർക്കും അറിയില്ല. റൂം ഒഴിവാക്കി ഞാൻ നിങ്ങളുടെ കൂടെ ഫ്ലാറ്റിൽ നിൽക്കുന്നത് ഇവിടെ ആർക്കും അറിയാത്തത്? ഇന്നലെ താഴെ വെച്ച് ഒരുത്തൻ പറയുന്നത് കേട്ടടാ. എന്ത്? ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാനാക്കി മാറിപ്പോയിന്ന്. ആ, അത് ശരിയല്ലേ. ഇപ്പോൾ കുറച്ച് മോഡേണായി, മേക്കപ്പ് ചെയ്തപ്പോൾ ഒന്നുകൂടി സുന്ദരിയായി. അത് ശരിയാ, എന്നെ ഇങ്ങനെ ആക്കിയത് നീയല്ലേടാ. ആൻറ്റി, നാളെ ഞാൻ ലീവാണ്, നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ? ആടാ, പോകാം. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് പറ്റുന്നില്ല, ആൻറ്റി പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആൻറ്റിയെ കൂടി കറങ്ങാനിറങ്ങി. കൊച്ചിയിൽ ചുറ്റി നടക്കുമ്പോൾ പിറകിൽ നിന്നും ആൻറ്റിയെ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. എടി സിന്ധു, നീയോ? ജോൺ, ഇതാണ് എൻ്റെ കൂടെ ജോലി ചെയ്ത സിന്ധു. ആൻറ്റി എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. ആ, മനസ്സിലായി, ഞാൻ പറഞ്ഞു. ഇത് ആരാ ആലീസേ? അത് ഞാൻ പറയാടി, നീ എന്താ ഇവിടെ? ഞാനിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള ഒരു ഒഴിച്ചിൽ ഷോപ്പ് ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞു. പെട്ടെന്ന് ഒരു ബെൻസ് കാർ വന്ന് അതിൽ നിന്നും കാണാൻ മൊഞ്ചുള്ള ഒരു സുന്ദരി ഇറങ്ങി വന്നു. സിന്ധു, നിന്റെ മാം അവിടെ ഉണ്ടോ? ആ സുന്ദരി അവരോട് ചോദിച്ചു. ആ, ഉണ്ടെത്താ. അവർ സ്പായുടെ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ സിന്ധുവിൻ്റെ നോട്ടം കണ്ട് ആൻറ്റി പറഞ്ഞു. നിനക്ക് ഒരു മാറ്റമില്ലല്ലോ പെണ്ണെ, ഇങ്ങനെ നോക്കിയാൽ കണ്ണടിച്ചു പോകും. എടി പതുക്കെ, അവൻ കേട്ടാ എന്ത് കരുതും? അവനെല്ലാം അറിയാടി, അവൻ എൻ്റെ സ്വത്താണ്. എന്താ, ബോയ് ഫ്രണ്ടാണോ? ആണെങ്കിൽ എന്താടി? ഇപ്പോൾ പോയാൽ ഇതേ കണ്ടോ, എൻ്റെ മാഡത്തിൻ്റെ ഫ്രണ്ടാണ്, വലിയ ബിസിനസ്മാൻ്റെ ഭാര്യയാണ്. അവരൊക്കെ ഒരു സംഭവമാണ് മോളെ. എന്നാ നീ ഒന്ന് ശ്രമിച്ചു നോക്കടി, നീ ശ്രമിച്ചാലാണോ നടക്കാത്തത്? ആൻറ്റി പറഞ്ഞു. നിൻ്റെ അത്രയില്ല, പിന്നെ അവനങ്ങനെ പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ലടി. അല്ലടി, നിൻ്റെ പവർ അവൻ അറിഞ്ഞിട്ടുണ്ടോ? സിന്ധു ആൻറ്റിയോട് ചോദിച്ചു. ആൻറ്റി കുറച്ച് മാറി നിൽക്കുന്ന എന്നെ നോക്കി സിന്ധുവിനോട് പറഞ്ഞു. പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് താമസമെന്ന്. ആഹാ, അപ്പോൾ എന്നും പൊളി തന്നെ ആകുമല്ലോ,
സിന്ധു പറഞ്ഞു. പിന്നെ അവനെപ്പോലെ ഒരുത്തനെ തനിച്ച് കിട്ടുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റുമോടി? അല്ലടി, നിനക്കിപ്പോൾ എവിടെയാ ജോലി? സിന്ധു ചോദിച്ചു. അതൊന്നും പറയണ്ടടി, ജോലിയൊന്നുമില്ല. നിന്റെ അറിവിൽ എവിടെയെങ്കിലും വല്ല ചാൻസ് ഉണ്ടോ? ആ, ഒരു ജോലിയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇത്ത, അവരുടെ വീട്ടിൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. എന്താടി വർക്ക്? നിനക്കറിയോന്നറിയില്ല, എറണാകുളത്തുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. അത് കേട്ട് ഞാനും ആൻറ്റിയും മുഖത്തോട് മുഖം നോക്കി. ആ, കണ്ടിട്ടുണ്ട്. ഇത്തയുടെ ഭർത്താവാണ് അതിൻ്റെ ഓണർ. അയാൾ വലിയ പണക്കാരനാണ്. ആൻറ്റി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. എന്താ അയാളുടെ പേര്? അത് അൻവർ, സിന്ധു പറഞ്ഞു. ഞാനും ആൻറ്റിയും വീണ്ടും മുഖത്തോട് മുഖം നോക്കി. നിനക്ക് അറിയോ ആളെ? ആൻറ്റി ചോദിച്ചു. ഏയ്, എനിക്കത്ര അറിയില്ല. ഷോപ്പിൽ വല്ലപ്പോഴാണ് വരിക, കൂടുതലും ഇത്തയാണ് വരിക. എന്നാലും എന്തെങ്കിലും അറിയോടി? അതിപ്പോൾ 2 ആഴ്ച മുമ്പ് അയാൾക്ക് ഒരു കാർ അപകടം ഉണ്ടായിരുന്നു. കുറച്ച് സീരിയസ് ആയിരുന്നു. ആണോ? എന്നിട്ടിപ്പോൾ അയാളുടെ അവസ്ഥ എങ്ങനെ? ഹോസ്പിറ്റലിൽ തന്നെയാണോ ഇപ്പോഴും? ആൻറ്റി ചോദിച്ചു. അല്ലടി, ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അരയ്ക്ക് താഴെ ചെല്ലമില്ലെന്നാണ് അറിഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അവൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ആ, ഓക്കെ. പിന്നെ നീ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ എന്താടി ചെയ്യുക? ആൻറ്റി ചോദിച്ചു. ഒരു ജോലിയുണ്ട്, നിങ്ങൾക്ക് പറ്റിയതാണ്. നിങ്ങൾ പോകുമോ എന്നറിയില്ല. എവിടെയാടി? എന്താ ജോലി? ഞാൻ ഇപ്പോൾ പറഞ്ഞ അൻവറിൻ്റെ വീട്ടിൽ. അയാളെ നോക്കാൻ ഒരാളെയല്ല, 2 പേരെ വേണം. ഒരു ഹോം നേഴ്സിനെയും പിന്നെ ഒരു ഡ്രൈവറെയും. ഈശ്വര, ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണോ? പകരം തീർക്കാൻ വേണ്ടി ഒരവസരം. ആലീസ് മനസ്സിൽ ചിന്തിച്ചു. എന്താടി, നിനക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ അടുത്തുള്ള അവിടെ ഓഫീസുണ്ട്, ഫാഷനുകളോട് ചേർന്ന്. അവർ അവിടെ ഉണ്ടാകും. അവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ. ശരിയടി സിന്ധു, നിന്നെ കണ്ടത് വലിയ ഉപകാരമായി. ശരിയടി, നീ ഇടക്ക് ഈ വഴി ഇറങ്ങ്. അങ്ങനെ അവിടുന്ന് പോന്ന് ഒരു മൂവി കണ്ട് രാത്രിയാണ് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തിയത്. ജോൺ, നീ നാളെ എൻ്റെ കൂടെ വരുമോ? ആൻറ്റി ചോദിച്ചു. ആ, അതിനെന്താ, വരാം. ആ, ഇത്തേ ശരിക്കൊന്ന് കാണാലോ. ഡാ, നീ കണ്ണ് വെച്ചല്ലേ? എന്ത് ഭംഗി അവരെ കാണാൻ. ജോൺ, എനിക്കവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടല്ല, അയാളോട് പകരം ചോദിക്കാൻ വേണ്ടിയാണ്. ആൻറ്റിക്ക് ഒരു കോൾ വന്നു. ആ കോൾ ആൻറ്റി എടുത്തു. അത് സിന്ധു ആയിരുന്നു. ആ, പറ സിന്ധു. എടി, ഞാൻ നിനക്ക് ഇത്തയുടെ നമ്പർ വിട്ടിട്ടുണ്ട്. നീ വിളിച്ച് അമ്മ തന്നതാണെന്ന് പറ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ജോലി എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് നോക്ക്. സിന്ധു, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആ, അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാടി, സിന്ധു പറഞ്ഞു. അല്ലടി, ഈ അമ്മു ആരാ? അവർ ചോദിച്ചാൽ പറയേണ്ടി വരുമല്ലോ. എടി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് അവരുടെ മാളിൽ ജോലി ചെയ്യുന്നെന്ന്. പിന്നെ അവന് ജോലിയില്ലെങ്കിൽ ഡ്രൈവർ പണിക്ക് അവനോട് കയറാൻ പറ. അപ്പോൾ പിന്നെ ചാൻസ് ഉറപ്പാകും. ഓക്കേടി, എന്നാൽ ശരി. എന്താ ആൻറ്റി, ആരുടെ കാര്യം നിങ്ങളീ പറയുന്നത്? ഫോൺ കട്ട് ചെയ്തതും ഞാൻ ചോദിച്ചു. എടാ, അത് ആ ഇത്തര നമ്പർ തന്നതാണ്, അവരെ ഒന്ന് വിളിച്ചു നോക്കാൻ. ആണോ? എന്നാൽ ഇപ്പോൾ അവർ ഉറങ്ങും മുമ്പ് ഒന്ന് വിളിച്ചു നോക്കാം ആൻറ്റി. എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടേടാ. ആൻറ്റി ഫോണെടുത്ത് സിന്ധു കൊടുത്ത നമ്പറിൽ വിളിച്ചു. 3 തവണ റിങ് ചെയ്ത ശേഷം മരത്തിലേക്ക് നിന്നും ഹലോ, ആരാ? ആൻസിയല്ലേ? ആൻറ്റി ചോദിച്ചു. ആ, അതെ, നിങ്ങളാരാ? അത് ഒരു ഹോം നേഴ്സ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ, നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, ഓഫീസിലേക്ക് വന്നാൽ മതി. ഇത്ത, പ്ലീസ്, എനിക്ക് ജോലി അത്ര അത്യാവശ്യമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആൻറ്റി അഭിനയിക്കാൻ തുടങ്ങി. നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്ത് പരിചയമുണ്ടോ? ആൻസിയെ ചോദിച്ചു. ആ, ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്, നാളെ കൊച്ചിയിൽ ഓഫീസിലേക്ക് വാ, നമുക്ക് നോക്കാം. അതും പറഞ്ഞ് കോള് കട്ടായി. ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി, ഓക്കെ ആയോ? നാളെ രാവിലെ ചെല്ലാൻ. ജോൺ, നിനക്ക് ഡ്രൈവറായിട്ട് വന്നൂടെ? എന്നാ കിട്ടിയാലോ? ആൻറ്റി, അത് വേണോ? അപ്പോൾ എൻ്റെ ജോലിയോ? എടാ, എനിക്ക് വേണ്ടിയല്ലേ, പ്ലീസ് ഡാ, ആൻറ്റി പറഞ്ഞു.
ആദ്യം ഇൻ്റർവ്യൂ നടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ കാര്യം എടുത്തിട്ടോ, പോരെ? ഓക്കേടാ. ആൻറ്റി സന്തോഷത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ ആൻറ്റിയും ഞാനും കൊച്ചിയിൽ അൻവറിക്കയുടെ കമ്പനിയിൽ പോയി. സെക്യൂരിറ്റി ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുമിച്ച് വന്നത്. ബാക്കിയെല്ലാം ഡ്രൈവറും നേഴ്സും ഒറ്റയ്ക്കാണ് വന്നത്. ആൻറ്റി, ഇതൊരുപാട് ആളുകളുണ്ടല്ലോ, നമുക്ക് ചാൻസ് കിട്ടുമോ? ഞാൻ നിൻ്റെ കാര്യം കൂടി പറയും. അപ്പോൾ കിട്ടിയ ഭാഗ്യം. കുറച്ച് കഴിഞ്ഞ് ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഓഫീസിൻ്റെ അകത്തേക്ക് വിളിച്ചു. അവസാനം ഞാനും ആൻറ്റിയും ഓഫീസിൽ കയറി ഇൻ്റർവ്യൂ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്ത സ്ത്രീക്ക് ഒരു ഫോൺ വന്നു. ഫോൺ വെച്ച് അവർ ഞങ്ങളെ നോക്കി ചോദിച്ചു, നിങ്ങളാണോ ഇന്നലെ രാത്രി മാമിനെ വിളിച്ചത്? അതെ, എനിക്ക് ഒഴിച്ചിലൊക്കെ അറിയാം, ആൻറ്റി പറഞ്ഞു. ഗുഡ്, അത് നന്നായി. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യ്. മാം ഓക്കെ പറഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം. ഇത് എൻ്റെ ബന്ധുവാണ്. ഡ്രൈവറായിട്ട് ചാൻസ് കിട്ടിയാൽ നന്നായിരുന്നു, ആൻറ്റി പറഞ്ഞു. എന്നിട്ടാണോ നിങ്ങൾ പറയാതിരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. ഞാൻ മാമിൻ്റെ അടുത്ത് പറയാം, അവർ പറഞ്ഞു. അങ്ങനെ ഞാനും ആൻറ്റിയും ഒരുമിച്ച് അവരോട് താങ്ക്സ് പറഞ്ഞു. ഓഫീസിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നടന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് ആൻറ്റിയുടെ ഫോൺ ബെല്ലടിച്ചു. ആൻറ്റി ഫോൺ എടുത്തു. ഹലോ, ആരാ? ഹലോ, ഇത് ആലീസ് അല്ലേ? നിങ്ങളെ ജോലിക്ക് നിയമിച്ചു. കൂടെ നിങ്ങളുടെ ബന്ധുവിനെയും ഓഫീസിൽ വന്നാൽ മതി, ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ ഞാനും ആൻറ്റിയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. അവർ ഒരു കാർഡ് എൻ്റെ നേരെ നീട്ടി. ഇതാണ് അഡ്രസ്സ്, പാലാരിവട്ടമാണ് വീട്. അവിടെ നാളെ രാവിലെ പോയാൽ മതി. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് ഇത്ത പറയും. പിറ്റേന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പാലാരിവട്ടത്തുള്ള അൻവറിക്കയുടെ വീട്ടിൽ പോയി. ആൻറ്റിയുടെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമായിരുന്നു, എങ്ങനെയെങ്കിലും അവരോട് പകരം ചോദിക്കുക. എൻ്റെ ബൈക്കിൽ ആൻറ്റിയും കൂട്ടി ഓഫീസിൽ നിന്ന് തന്നെ അഡ്രസ്സിൽ പോയി പ്രധാന റോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ 2 സൈഡിലും തെങ്ങും മരങ്ങളും നിറഞ്ഞ് പറമ്പിൻ്റെ നടുവിലൂടെ വലിയ വീട്ടിലേക്കുള്ള റോഡിലേക്ക് കയറുമ്പോൾ ആൻറ്റി പറഞ്ഞു, ഇതെല്ലാം എൻ്റെയും മിച്ചായൻ്റെയും കൂടി അവകാശമുള്ളതാണല്ലോ എന്ന് സങ്കടം പറഞ്ഞ് ആൻറ്റി ബൈക്കിലിരുന്നു. വലിയ ഗേറ്റിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി. ആൻറ്റി ഇറക്കി ഞാൻ ബൈക്ക് സൈഡിൽ ഒതുക്കി. ഗേറ്റ് തുറന്ന് അകത്ത് കയറി. മുറ്റം തന്നെ കാണാൻ നല്ല ഭംഗി. നല്ല വില കൂടിയ ഇൻ്റർലോക്ക് പതിപ്പിച്ച് ചുറ്റും ചെടിയൊക്കെയായി കണ്ണിന് കുളിർമ നൽകുന്ന വീടായിരുന്നു അത്. വീടിൻ്റെ മുന്നിലെത്തി ആരെയും കാണാതായപ്പോൾ ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. അല്പം കഴിഞ്ഞ് കതക് തുറന്ന് പുറത്തേക്ക് വന്ന ഒരുത്തൻ ഞങ്ങളോട് ചോദിച്ചു, പുതിയ ഹോം നേഴ്സാണോ? ആ അതെ, ആൻറ്റി പറഞ്ഞു. കയറിയിരിക്കെ, ഞാൻ ഉമ്മയെ വിളിക്കാം. അൻവറിക്കയുടെ മകനാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു കറുത്ത ചുരിദാറിട്ട് അന്ന് കൊച്ചിയിൽ സിന്ധുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കണ്ട ആൻസിയത്ത് പുറത്തേക്ക് വന്നു. അന്ന് ശരിക്കും അവരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചുരിദാറിൽ അവരെ കണ്ടപ്പോൾ കൂടുതൽ ഭംഗി തോന്നി. ഞാനും ആൻറ്റിയും അവരെ തന്നെ നോക്കി നിന്നു. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? എന്നെ നോക്കിക്കൊണ്ട് ഇത്ത ചോദിച്ചു. ആ, ചെറിയ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലുള്ള കടയിലുള്ള ആളോട് ചോദിച്ചറിഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത്. ആലീസ് നല്ല പേര് പറഞ്ഞത്. ആ അതെ, അത് ചോദിക്കുമ്പോഴെല്ലാം ഇത്ത എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇവരാണോ ഡ്രൈവറായിട്ട് പറഞ്ഞ കക്ഷി? അതെ, എൻ്റെ ബന്ധുവാണ്, ആൻറ്റി പറഞ്ഞു. ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടായിട്ടല്ല. ഇക്ക ഇങ്ങനൊരവസ്ഥയിലായപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ബിസിനസ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് മോനും തിരക്കിലായി. അപ്പോൾ എനിക്ക് പോകാനും വരാനും വീട്ടിലെ കാര്യങ്ങൾക്കും ഒരാളെ വെക്കുന്നതാകും നല്ലതെന്ന് തോന്നി. അത് നന്നായി. അതുകൊണ്ട് എനിക്കും ഒരു ജോലി കിട്ടിയല്ലോ, ഞാൻ പറഞ്ഞു. പിന്നെ വീട്ടിലാഴ്ചയിൽ ഒരു ദിവസമേ പോകാൻ പറ്റൂ. പിന്നെ കൂട്ടുകാരെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുത്. കാറെടുത്ത് വെറുതെ കറങ്ങി നടക്കരുത്, ഇത്ത പറഞ്ഞു. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ആൻറ്റി പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതാണ്. എന്നാ ആലീസ് വാ, മോൻ ഇരിക്കട്ടോ. അവർ ആൻറ്റിയും കൂട്ടി അകത്തേക്ക് പോയി. എന്താ നിൻ്റെ പേര്? ഡ്രസ്സ് മാറി നേരത്തെ വാതിൽ തുറന്നു തന്നവൻ എന്നോട് ചോദിച്ചു. ജോൺ, ഞാൻ പറഞ്ഞു. നിൻ്റെ പേരെന്താ?
ഞാൻ അവനോട് ചോദിച്ചു. നിസാർ. ഉപ്പാക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അരയ്ക്ക് താഴെയാണ് പ്രശ്നം. ശരിയാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവൻ പറഞ്ഞു. നീ ഒരു മകൻ മാത്രമാണോ ഇക്കാക്ക്? അല്ല, എനിക്കൊരു അനിയത്തിയുണ്ട്. ഖത്തറിലാണ്. ഓ, അവിടെ എന്താ ജോലിയാണോ? അല്ല, അവൾ അളിയൻ്റെ കൂടെ അവിടെയാണ്. ഓ, കല്യാണം കഴിഞ്ഞ അനിയത്തിയാണോ? ആ, അതെ. ഇരിക്കട്ടോ, ഞാൻ പിന്നീട് കൂടുതൽ പരിചയപ്പെടാം. അതും പറഞ്ഞ് അവൻ കാറെടുത്തു പോയി. ഈ സമയം വീടിൻ്റെ അകത്ത്. ഇക്ക, ഇതാണ് ഹോം നഴ്സ്. ഇത്ത അൻവറിന് ആൻറ്റിയെ പരിചയപ്പെടുത്തി. ശരിക്കും നേഴ്സാണോ അതോ? അൻവർ ചോദിച്ചു. ആ, എനിക്ക് നേഴ്സിംഗ് അറിയാം. ഇക്ക, ഇവൾ നല്ല ഒഴിച്ചിലൊക്കെ ചെയ്യുമെന്നാണ് അറിഞ്ഞത്. ആ, അത് നന്നായി. നീ എന്നാ നിന്റെ നടുവേദനയ്ക്ക് ഇവളെക്കൊണ്ട് ഒന്ന് ഒഴിപ്പിച്ചു നോക്ക്, കുറവുണ്ടോയെന്നറിയാലോ, അൻവർ പറഞ്ഞു. വന്നിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ആലീസ്, ഇക്കാക്ക് ഇവിടെ മുതൽ ചലനമില്ല. ഡോക്ടർ പറഞ്ഞത് ഒരു 6 മാസം കൊണ്ട് റെഡിയാകുമെന്നാണ്. പക്ഷേ നമ്മൾ നല്ലതുപോലെ അതിന് ശ്രമിക്കണം. മരുന്നിൻ്റെ കൂടെ ഒഴിച്ചിലും തയ്യാറാപ്പിയൊക്കെ ചെയ്താൽ ഇക്ക പഴയതുപോലെ ആകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത്ത പറഞ്ഞു. എൻ്റെ ഇച്ഛാന് ചയച്ച ഇവനെ ഞാൻ പെട്ടെന്ന് നടത്തിത്തരാം, ആലീസ് മനസ്സിൽ പറഞ്ഞു. വാ, ഞാൻ നിങ്ങൾക്കുള്ള റൂം കാണിച്ചു തരാം. ഇത്ത ആലീസിന് റൂം കാണിച്ചു കൊടുത്തു. മോളെ ഷംനെ, നീ എവിടെയാ? എന്തോ ഉമ്മ, ഞാൻ ഇവിടെയുണ്ട്. അപ്പോഴാണ് അൻവറിൻ്റെ മരുമോൾ ഷംന അങ്ങോട്ട് വന്നത്. ഉമ്മ, എന്തിനാ എന്നെ വിളിച്ചേ? ഷംന ചോദിച്ചു. നിസാർ പോയോടി? ഇത്ത അവളോട് ചോദിച്ചു. ആ, പോയല്ലോ ഉമ്മ. എന്താ? അത് നമ്മുടെ പുതിയ ഡ്രൈവർക്ക് ആ ഔട്ടോസ് ഒന്ന് റെഡിയാക്കി കൊടുക്കാനായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്സരസിനെ കണ്ട് കണ്ണുതള്ളി നിൽക്കുകയായിരുന്നു ആലീസ്. ഇത്ത ആലീസ് നോക്കുന്നത് കണ്ട് പറഞ്ഞു. ഇതെൻ്റെ മരുമോളാണ്. മോളെ, ഇതാണ് നമ്മുടെ ഹോം നേഴ്സ്. ആ, എന്താ ചേച്ചിയുടെ പേര്? ഷംന ആൻറ്റിയോട് ചോദിച്ചു. ആലീസ്. ആൻറ്റി മറുപടി പറഞ്ഞു. ചേച്ചി, അടുപ്പത്ത് സാധനമുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. ആ, അതും പറഞ്ഞ് ഷംന പോയി. എന്നാ ആലീസ് വന്ന് ഒന്ന് ഫ്രഷ് ആയിക്കോ, ഞാൻ അവന് ഔട്ടോസും റൂമും റെഡിയാക്കി കൊടുക്കട്ടെ. ആ, ശരി ഇത്ത. വീടിൻ്റെ ഉമ്മർത്ത് പോസ്റ്റായ എൻ്റെ അടുത്തേക്ക് ആൻസീത്ത വന്ന് എന്നോട് ചോദിച്ചു. ബോറടിച്ചോ? ഏയ്, അത് സാരില്ല, ഞാൻ പറഞ്ഞു. ജോണെന്നല്ലേ പേര് പറഞ്ഞേ? ആ, അതെ. ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി? ഞാനൊരു ക്ലിനിക്കിലായിരുന്നു. ഡ്രൈവറായിട്ടാണോ? അതെ എന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഔട്ടോസിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി അതിനകത്തുള്ള ചെറിയ അറ്റാച്ച്ഡ് ബാത്റൂം കാണിച്ചു പറഞ്ഞു. ഇതാണ് നിനക്കുള്ള റൂം. പിന്നെ വിളിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി വരണം. രാത്രി ഉറങ്ങാതെ ഫോൺ നോക്കിയിരുന്ന് രാവിലെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോരുത്. എനിക്ക് ഡ്രൈവിംഗ് അറിയാനിട്ടല്ല. ഇങ്ങനെ കിടക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു ഡ്രൈവറെ വെക്കുന്നത്. അത് തെറ്റായി എന്ന് വരുത്തി തീർക്കരുത്, മനസ്സിലായോ? ആ, ശരി ഇത്ത. എന്നാൽ ശരി, ഭക്ഷണം സമയമാകുമ്പോൾ ഇങ്ങോട്ട് എത്തിക്കാം. ഡ്രൈവറാണെന്ന് കരുതി അതുമാത്രം ചെയ്യാതെ ഇടയ്ക്ക് ചെടികളും പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് കരുതി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണ്ട. നിൻ്റെ ഫ്രീ അനുസരിച്ച് ചെയ്താൽ മതി. അതിനുള്ള കൂലിയൊക്കെ കൂട്ടിത്തരാം. ഓക്കെ ഇത്ത. ആ, ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആലീസിനെ വിളിച്ചാൽ മതി. ശരി ഇത്ത. അങ്ങനെ ഇത്ത പോയി. ഫ്രഷായി ആലീസ് അടുക്കളയിലേക്ക് ചെന്നു. ആ, ചേച്ചി വായോ, നിങ്ങളെന്തെങ്കിലും കുടിച്ചായിരുന്നോ? ആലീസിനെ കണ്ട ഷംന ചോദിച്ചു. ആ, ചായ കുടിച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. എന്നാലും കുറച്ച് ഇവിടെ നിന്ന് കുടിക്കില്ലേ? ഷംന ചോദിച്ചു. ഏയ് വേണ്ട മോളെ, ഇപ്പോൾ ആവശ്യമില്ല. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതിപ്പോൾ അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. ജോൺ മാത്രമേ ഉള്ളൂ. ജോൺ ആരാ, ഭർത്താവാണോ? അല്ല, അവനാ ഡ്രൈവറായിട്ട് കൂടെ വന്നത്. ആണോ? അവൻ ആരാ നിങ്ങളുടെ? അത് എൻ്റെ ഒരു ബന്ധുവാണ്. എന്താ ആരീസ് ഇവൾ ചോദിക്കുന്നത്? പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന ഇത്ത ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഇത്ത. ജോൺ എങ്ങനെ ചീത്ത കൂട്ടുകൂട്ടൊന്നും ഇല്ലല്ലോ.
ഏയ്, അവനങ്ങനെ നടക്കുന്നവനൊന്നും അല്ല, ആലീസ് പറഞ്ഞു. എന്നാ മോള് പൊക്കോ, അവൻ വന്നാൽ പോകാനുള്ളതല്ലേ. എങ്ങോട്ട് പോകുന്ന കാര്യ നിങ്ങളീ പറയുന്നത്? ആലീസ് ചോദിച്ചു. അത് നിസാറിൻ്റെ കൂടെ പുറത്ത് പോവാണ്. ഓ, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായോ? അടുത്ത ആഴ്ച കഴിഞ്ഞാൽ 1 വർഷമാകും, ഇത്ത പറഞ്ഞു. അൻവറിക്കൊക്കെ കൊടുക്കാനുള്ള മരുന്നിൻ്റെ കാര്യങ്ങളും തെറാപ്പി ചെയ്യേണ്ട സമയവും ഇത്ത ആലീസിന് പറഞ്ഞു കൊടുത്തു. 2 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങി. ഞാനും ഇത്തയെ അവരുടെ മാളിലും സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി വരാൻ തുടങ്ങി. ഇത്തയുടെ കൂടുതൽ യാത്ര എൻ്റെ കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്നതായിരുന്നു. 3-ാം ദിവസം രാത്രി ഇത്ത, ആലീസ്, ഇന്ന് നീ എനിക്ക് ഒഴിഞ്ഞു തരണം. കാറിലിരിക്കുമ്പോൾ പുറം നല്ല വേദനയുണ്ട്. ഇത്ത ആലീസിനോട് പറഞ്ഞു. ആ, ഇത്താക്ക് കുറേയായോ ഈ പുറം വേദന തുടങ്ങിയിട്ട്? ആലീസ് ചോദിച്ചു. അത് അന്നത്തെ അപകടത്തിന് ശേഷം തുടങ്ങിയതാണ്. ഓ, അന്ന് ഇത്തയും കൂടി ഉണ്ടായിരുന്നോ അപ്പോൾ? ആ, ഞങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ് വരുമ്പോഴല്ലേ അപകടം പറ്റിയത്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കൈക്ക് മാത്രം ചെറിയ മുറിവ് പറ്റി. ഇക്കയെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വരുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ശരീരം വേദനിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ കുറഞ്ഞു. ഇപ്പോൾ പുറം മുതൽ കാൽമുട്ട് വരെ നല്ല വേദനയാണ്. ആ, മരുന്നുണ്ടോ ഒഴിയാൻ? ആ, തൈലമുണ്ട്. അങ്ങനെ ആലീസ് ഇത്തയ്ക്ക് വേദനയുള്ള ഭാഗത്ത് തൈലം തേച്ചു കൊടുത്തു. ആലീസ്, നല്ല കുറവുണ്ട്, നീ കൊള്ളാലോ. തൈലം തേച്ചതും ഇത്ത പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആലീസ്, കുറേ ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ഒന്ന് ശരിക്കും ഉറങ്ങിയത്. നിന്റെ ഒഴിച്ചിൽ എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇത്ത, ഇതിലും നല്ലത് മൊത്തം ചെയ്യുന്നതാ, ആലീസ് പറഞ്ഞു. ആണോ? എന്നാൽ രാത്രി അങ്ങനെ ചെയ്തതാ. അപ്പോൾ വേദന നല്ല കുറവുണ്ടാവുമല്ലോ. ആ, എന്നാൽ അതിനുള്ള മരുന്ന് ജോണിനോട് കൊണ്ടുവരാൻ പറയാമല്ലേ, ആലീസ് ചോദിച്ചു. അവനോട് എനിക്കാണെന്ന് പറയണ്ട, ഞാൻ പൈസ എടുത്ത് തരാം. ഔട്ട് ഹൗസിന് പുറത്തിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആലീസ് ആൻറ്റി എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇതെന്തു പറ്റി ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ? ഞാൻ ചോദിച്ചു. എടാ, നീയൊന്ന് ടൗണിൽ പോയി വരണം. ആൻറ്റി കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഡാ, അവർ അറിയരുത് ഞാൻ നിന്നോടിത് പറയുന്നത്. എൻ്റെ ആൻറ്റി, അവർ കാറിൽ കയറിയിരുന്നാൽ തന്നെ എൻ്റെ കൊമ്പൻ തുള്ളും. എന്ത് ഭംഗിയല്ലേ അവർക്ക്. ആടാ, സത്യം. അവരടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ നിനക്കറിയില്ല, ആലീസ് ആൻറ്റി പറഞ്ഞു. അല്ല, നിങ്ങളോട് എങ്ങനെയാ അവരുടെ പെരുമാറ്റം? എന്നോട് കുറച്ച് ഗൗരവത്തിലാണ്, അത്ര ഫ്രണ്ട്ലി അല്ല, ഞാൻ പറഞ്ഞു. എന്നോട് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോൾ ഫ്രണ്ട്ലിയാണ്. ഒഴിച്ചിൽ ചെയ്ത് അവരെ പാട്ടിലാക്കി. അൻവറിക്കയുമായി അകറ്റണം. അയാളുടെ പക തീർക്കാൻ അതാണ് ഏറ്റവും എളുപ്പ വഴി, ആൻറ്റി പറഞ്ഞു. ആൻറ്റി പറയുന്നതൊക്കെ കൊള്ളാം, പ്രശ്നമാകാതെ നോക്കണം. പിന്നെ അവരുടെ മകനോ മരുമകളോ അറിയാതെ വേണം എന്തും ചെയ്യാൻ. മരുമകൾ അത്ര പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ചെക്കൻ ഇനി എങ്ങനെയെന്നറിയില്ല. നീ അവളെ കണ്ടിട്ടില്ലല്ലോ? ആ, കാണാൻ എങ്ങനെയുണ്ടവൾ? ഞാൻ ചോദിച്ചു. ഇതേക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. നല്ല സുന്ദരിയാ. നീ എന്നാ പോയി വാങ്ങി വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ ഇത്താക്ക് സംശയം തോന്നും. ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ, ഓർമ്മയുണ്ടല്ലോ? ആ ആൻറ്റി, ആൻറ്റി പൊക്കോ, ഞാൻ വന്നിട്ട് വിളിക്കാം. പിന്നെ അവർ സെറ്റായാൽ എനിക്കും ഒരു ചാൻസ് തരണം. അത് പിന്നെ പറയണോടാ, നമുക്കെല്ലാം സെറ്റാക്കാം, ആൻറ്റി പറഞ്ഞു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഷംനയും നിസാറും സ്റ്റെപ്പ് കയറി മുകളിലെ അവരുടെ ബെഡ്റൂമിലേക്ക് പോയ ശേഷം ഇത്ത ആലീസിനെ വിളിച്ചു. ആലീസ്, എന്നാ ഇനി സമയം കളയണ്ടല്ലേ, നീ വാ. എന്നാ കനം കുറഞ്ഞതെന്തെങ്കിലും ഇട്ടിട്ട് വരൂ, ആലീസ് പറഞ്ഞു. ഇത് കുഴപ്പമില്ലടി, ഇത് പോരെ. എൻ്റെ ഇത്ത, എങ്ങനെ ചെയ്താൽ എങ്ങനെയാ? നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാനോ വേദനയൊക്കെ പമ്പ കടക്കാനോ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. എന്നാൽ ശരി, ഞാൻ പോയി ഇത് മാറ്റിയിട്ട് വരാം, ഇത്ത പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആലീസിൻ്റെ അടുത്തേക്ക് വന്ന ഇത്തേൻ്റെ മുഖം പോകുമ്പോൾ ഉണ്ടായിരുന്ന തെളിച്ചില്ലായിരുന്നു. എന്തു പറ്റി ഇത്ത?
ഒരു വിഷമം പോലെ ആലീസ് ചോദിച്ചു. എന്ത് പറയാൻ, കാണുന്നവർക്കെന്താ വലിയ വീട്, പണം, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. എന്താ ഇത്ത ഇപ്പോൾ എന്താ ഇങ്ങനെ? ഇപ്പോൾ അല്ല, കല്യാണം കഴിഞ്ഞത് മുതൽ ഇങ്ങനെ തന്നെയാണ്. ഇക്കയുടെ കാര്യം ഓർത്തിട്ടാണോ? ഒക്കെ ശരിയാകും, വാ നമുക്ക് തുടങ്ങാം, ആൻറ്റി പറഞ്ഞു. ഇക്കയെ കണ്ടപ്പോൾ ഓരോന്ന് ഓർത്തുപോയി. സോറി, വാ നമുക്ക് തുടങ്ങാം, നേരം ഒരുപാടായി. ഇത്ത വാ നമുക്ക് തുടങ്ങാം, ആലീസ് പറഞ്ഞു. അങ്ങനെ അവർ തുടങ്ങി. ഇത്ത, ഇതെന്ത് പറ്റി? റൂമിൽ പോയി വന്നതിന് ശേഷം ഒരു ഉഷാറില്ലല്ലോ. എന്തുണ്ടായിട്ട് എന്താ? നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല, ഇത്ത പറഞ്ഞു. എന്താ ഇത്ത, ഇക്ക എന്തെങ്കിലും പറഞ്ഞോ? ആലീസ് ആൻറ്റി ചോദിച്ചു. എന്നോടെന്തെങ്കിലും പറയാൻ ധൈര്യമുണ്ടെങ്കിലല്ലേ അത് പോട്ടെ എന്ന് കരുതാം. പണമുണ്ടായാൽ എല്ലാം ആയെന്നാണ് തോന്നൽ. അതിലും വലിയ പ്രശ്നം ഇപ്പോൾ ഒന്നിനും പറ്റാതെയായി എന്ന സ്നേഹത്തോടെ ഒരു വാക്ക്. ഞാൻ ചെന്നപ്പോൾ ഒന്ന് കാത്തിരിക്കാതെ ഉറങ്ങിക്കിടക്കുന്നു. ഞാനിത് എങ്ങനെ സഹിക്കും? ഇത്ത, നിങ്ങൾ തമ്മിൽ പ്രായം കൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ടോ? ആലീസ് ആൻറ്റി ചോദിച്ചു. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ലായിരുന്നു. ആ, ഇത്തയെ കണ്ട ഇക്കയുടെ മോളെ പോലെ തോന്നുക. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മോനും ഒരു മോളുമുണ്ടെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. ആലീസ് ഒന്ന് സോപ്പിട്ട്. അതുകൊണ്ടിപ്പോൾ എന്തു ഗുണം? എൻ്റെ ജീവിതം ഇങ്ങനെയല്ലേ? നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ആലീസ് ആൻറ്റി ചോദിച്ചു. ഏ, ബോയ് ഫ്രണ്ടോ? കല്യാണം കഴിഞ്ഞ് എനിക്ക് എന്തിനാ ബോയ് ഫ്രണ്ട്? ആ, അതാ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഇത്തയുടെ ആവശ്യമെല്ലാം നടന്നാനെ. നീ എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ കുട്ടികൾ എന്ത് കരുതുക എന്നെക്കുറിച്ച്? എൻ്റെ ഇത്ത, നിങ്ങൾ കുട്ടികളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ സ്വന്തം കാര്യം കൂടി ചിന്തിക്ക്. ഒഴിച്ചിലിനിടയിൽ ഇത്തയെ പറഞ്ഞ് ആലീസ് ആൻറ്റി തിരുത്താൻ തുടങ്ങി. ആലീസ് വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇത്തയെ വഴിതെറ്റിക്കാൻ തുടങ്ങി. നല്ല ഭാര്യയായി, നല്ല ഉമ്മയായി ഭർത്താവിൻ്റെ ബിസിനസ് നോക്കി നടന്നിരുന്ന അവരുടെ മനസ്സിൽ ആഗ്രഹത്തിൻ്റെ കനൽ കോരിയിടാൻ ആൻറ്റി തുടങ്ങി. ഒപ്പം ആലീസിൻ്റെ മറ്റ് പ്രയോഗങ്ങളും. ഒഴിച്ചിലിനിടയിൽ ആലീസ് ആൻറ്റി കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കണ്ട് ഇത്ത പറഞ്ഞു. ആലീസ്, വേണ്ട, ഇത് ശരിയാകില്ല. ഇത്ത, ഒന്ന് മിണ്ടാതിരുന്നേ, അസുഖം മാറണ്ടേ. വേണ്ടടി, ഇനി മതി, ഞാൻ ഓരോന്ന് അറിയാതെ പറഞ്ഞതാ. അതിനെന്താ, എന്നോടല്ലേ, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ ആ സംസാരത്തിനിടയിൽ ഇത്ത ആലീസിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത്ത? എല്ലാം കഴിഞ്ഞതും ആലീസ് ചോദിച്ചു. എടി, എൻ്റെ ഇക്കാക്ക് പോലും ഇത്ര ഉഷാറില്ല. ഇക്ക ഒരാൺകുട്ടി അല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു സുന്ദരിയെ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുമോ? ആലീസ്, ഞാൻ പോട്ടെ. എഴുന്നേറ്റാൽ എന്നെ കണ്ടില്ലെങ്കിൽ സംശയിക്കും. നീ ഇതാരോടും പറയരുത്. എൻ്റെ മക്കളറിഞ്ഞാൽ നാണക്കേടാണ്. ഏയ് ഇല്ലിത്ത, നിങ്ങൾ ധൈര്യമായിട്ട് പോ, ഞാൻ ആരോടും പറയില്ല. ഇത്തന്നോട് എന്നാലും കള്ളം പറഞ്ഞു. ഏ, കള്ളമോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം ഇക്കല്ലാതെ നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന്. ആ, കൊള്ളാലോ, നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോൾ നീ വേണ്ടാത്തത് പറയുന്നത് കണ്ടില്ലേ? എന്തിനാ ഇത്ത എന്നോട് ചൂടാവുന്നത്? ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ഇത്താക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നാലും എങ്ങനെയാ പെണ്ണെ നിനക്കത് മനസ്സിലായത്? ആരും അറിയാത്ത എൻ്റെ രഹസ്യം? ഇത്ത ഒരു നാണത്തോടെ ചോദിച്ചു. ആഹാ, ഞാൻ പറഞ്ഞില്ലേ. അല്ല, ആരാ ആള്? എടി, അത് എൻ്റെ മോൻ്റെ ഫ്രണ്ട് അഫ്സൽ. 1 മാസം മുമ്പ് അവൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പട്ടിണിയാണ്. ഇത്ത, വീട്ടിൽ നല്ല ചുള്ളൻ ചെറുക്കനുണ്ടായിട്ട് എന്തിനാ ഇത്ത പട്ടിണി കിടക്കുന്നേ? ആര്? നിസാറോ? അവൻ എൻ്റെ മോനല്ലേ. പിന്നെ അവന് ഷംനെ തന്നെ മെരുക്കാൻ അറിയില്ല, ഇത്ത പറഞ്ഞു. ഇക്കയുടെ മോനല്ലേ ഷംനയുടെ വിധി. ഞാൻ പറഞ്ഞത് നിസാറിൻ്റെ കാര്യമല്ല. ഏ, പിന്നെ ആരാ? ആലീസ് അല്പം പേടിയോടെ പറഞ്ഞു. ജോൺ. ആലീസ്, നീ എന്താ പറയുന്നത്? അത് ശരിയാകില്ല. മോൻ്റെ ഫ്രണ്ടിനേക്കാൾ നന്നാവും അവൻ.
ഇത്ത പിന്നെ അവനെ തേടി പോകും. അതെന്താടി നിനക്ക് അനുഭവമുള്ളതുപോലെ പറയുന്നേ? ഇത്ത ചോദിച്ചു. അത് പിന്നെ അവനെപ്പോലെ ഒരുത്തനെ ആരാ വേണ്ടെന്ന് വെക്ക? അവനെ ഇത്താക്ക് അറിയാനിട്ടാണ്. നേരം വെളുക്കും വരെ അവൻ. ഈ പെണ്ണ് ഒന്ന് പോയേ, പോയി ഉറങ്ങാൻ നോക്ക്. ഇക്ക ഉറക്കമുണർന്നാൽ എന്നെ നോക്കൂ. ഇത്ത കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ആലീസ് ചോദിച്ചു. ആലീസ് എന്താ ഇത്? വേണ്ട, ഞാൻ ചെല്ലട്ടെ, പോയി കിടന്നുറങ്ങ്. എൻ്റെ ഇത്ത, നിങ്ങൾ റൂമിൽ പോയിട്ട് എന്തിനാ? ഒന്നിനും വയ്യാത്ത അൻവറിക്ക എന്ത് ചെയ്യാനാ? അത് പറഞ്ഞപ്പോൾ ഇത്തയുടെ മനസ്സെന്നലിഞ്ഞു. അങ്ങനെ അവരൊന്നുകൂടി അറിഞ്ഞു വിളയാടി. സമയം രാത്രി 2 മണിയായിരുന്നു. അപ്പോൾ ആലീസ് ഇത്തയെ അൻവറിക്കയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ, ആൻസിയ, ഇതെന്താ ഇത്? എന്തുറക്കാ ഇത്? നീ എഴുന്നേക്കുന്നില്ലേ? സമയം ഒരുപാടായി, കുട്ടികൾ വിളിക്കുന്നു. അൻവറിക്ക ഇത്തയെ കൊട്ടി വിളിച്ചു. തൻ്റെ ബെഡിൽ ഒരറ്റത്ത് കിടക്കുന്ന ഭാര്യയെ അൻവറെ വിളിച്ചിട്ട് ഒരു പ്രതികരണമില്ലാതെ ഉറങ്ങുന്ന ആൻസിയെ നോക്കി അയാൾ പറഞ്ഞു. എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാത്ത ഉമ്മയുടെ റൂം വാതിൽ മുട്ടി നിസാർ വീണ്ടും വിളിച്ചു. ഉമ്മ, നിങ്ങൾ എഴുന്നേക്കുന്നില്ലേ? ഞാൻ പോവാ. നിങ്ങളിന്ന് കൊച്ചിയിൽ വരുന്നുണ്ടോ? നേരം ഇത്രയായിട്ടും ഉമ്മ എന്താ വാതിൽ തുറക്കാത്തത്? നിസാർ വാതിലിൽ മുട്ടി ഒച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആൻസി ഉണർന്നത്. കണ്ണു തുറന്ന് തന്നെ നോക്കുന്ന ആൻസിയോട് അൻവർ ചോദിച്ചു, എന്തു പറ്റി? നീ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, ഇത്ത പറഞ്ഞു. നീ ഇപ്പോഴും അത് വിട്ടില്ലേ? എൻ്റെ അവസ്ഥ അറിയാലോ നിനക്ക്. ഓ പിന്നെ, അതെപ്പോഴല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബെഡിൽ നിന്നും വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് ആൻസിയ. എന്തിനാടാ കിടന്ന് കൂന്നത്? മനുഷ്യന് തല വേദനിച്ചിട്ട് വയ്യ, അവിടെ നിന്ന് കിടക്കായിരുന്നു. ആ, എനിക്കും തോന്നി എഴുന്നേറ്റ് വരുന്നത് കാണാതായപ്പോൾ, ഷംന പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആലീസ് ആരും അറിയാതെ ചിരിക്കായിരുന്നു. പാവം, കെട്ടിയോനും മക്കൾക്കും അറിയില്ലല്ലോ ഉമ്മ ഇന്നലെ കാണിച്ചു കൂട്ടിയത്. തലവേദനയോ? അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്ക്, ഇന്നിനി കൊച്ചിക്ക് വരണ്ട, നിസാർ പറഞ്ഞു. ആ, ഞാൻ അല്ലെങ്കിലും വരുന്നില്ല, ഇന്നെനിക്ക് ഒരു കല്യാണമുണ്ട്, ഇത്ത പറഞ്ഞു. വയ്യാതെ ഉമ്മ എന്നിട്ട് കല്യാണത്തിന് പോവാണോ? ആ, ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, അത് മാത്രമല്ല പോകാതെയും പറ്റില്ല. അങ്ങനെ നിസാർ വണ്ടിയെടുത്ത് ഷോപ്പിലേക്ക് പോയി. ശേഷം ആൻസിയ കിച്ചണിലേക്ക് ചെന്ന് അവിടെ മരുമകളും ആലീസും ഓരോ ജോലിയിലാണ്. ഡ്രൈവർക്ക് ചായ കൊടുത്തോ? ഇത്ത ചോദിച്ചു. ഇല്ല, ഇതുകൂടിയായിട്ട് കൊടുക്കാം, അടുപ്പത്തുള്ള ദോശ കാണിച്ചുകൊണ്ട് ഷംന പറഞ്ഞു. ആലീസ് ഇത്തയുടെ അടുത്തേക്ക് ചെന്ന് ഷംന കേൾക്കാതെ ചോദിച്ചു, ഇത്ത, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? മരുമകൾ കേൾക്കുമോ എന്ന് പേടിച്ച് ആലീസിൻ്റെ നേരെ വിരൽ ചൂണ്ടി കാണിച്ചു ഇത്ത. ഞാൻ റൂമിലുണ്ട് ഇത്ത, വാ. അതും പറഞ്ഞ് ആലീസ് അവിടെ നിന്ന് പോയി. എന്നാ ഉപ്പാക്കുള്ളത് കൂടെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കുടിക്കാം, ഞാനൊന്ന് മുഖം കഴുകി വരാം, നിസാറിൻ്റെ വിളി കേട്ട് വന്നതാ, ഇത്ത പറഞ്ഞു. ആ, ശരി ഉമ്മ. ആൻസിയ അവിടെ നിന്ന് നേരെ ആലീസിൻ്റെ അടുത്തേക്ക് പോയി. റൂമിലേക്ക് കയറാതെ വാതിക്കൽ നിന്ന് ഷംന വരുന്നുണ്ടെന്ന് നോക്കി പറഞ്ഞു. ഡി, നീ എന്നെ നാണം കെടുത്താനാണോ? അവളെങ്ങനെ കേട്ടാ എന്താ വിചാരിക്കുക? ആലീസിൻ്റെ ഉള്ളിലെ അൻവറയ്ക്കുള്ള പ്രതികാരം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ ഭാര്യ അയാളിൽ നിന്നും പറിച്ചെടുക്കാനുള്ള തുടക്കം അവൾ വേഗത്തിലാക്കി. ഞാൻ ജോണിനോട് പറയട്ടെ? ആലീസ് നാണത്തോടെ ഇത്തിയോട് ചോദിച്ചു. എടി, അത് അവൻ ആരോടെങ്കിലും പറയുമോ? ഇല്ലെത്ത, എന്നേക്കാൾ നിങ്ങൾക്കവനെ വിശ്വസിക്കാം. എന്താ പറയട്ടെ? ഇത്ത ഒന്ന് മൂളി. എന്നാ കല്യാണത്തിന് പോകുമ്പോൾ അവനെ ഒന്ന് പൊലിപ്പിച്ചേക്ക്, ആലീസ് ആൻറ്റി പറഞ്ഞു. അത് വേണ്ട, ഇന്ന് നിസാർ വീട്ടിൽ വരില്ല, ഷോപ്പിൽ സ്റ്റോക്ക് എടുക്കാൻ പോയേക്കാം. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ, അപ്പോൾ രാത്രി നോക്കാം. ശരി, ഞാൻ ചായ കൊടുക്കാൻ പോകുമ്പോൾ അവനോട് പറയാം. പിന്നെ ഒരു കാര്യം ചെയ്യുമോ? ഇനി എന്താടി? ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ ഷംനയ്ക്ക് കാണിച്ചു കൊടുത്ത ചുരിദാർ ഇടുമോ? അത് പറ്റില്ലടി, അത് ഭയങ്കര ടൈറ്റാണ്, ആളുകൾ കണ്ടാൽ എന്താ പറയാ? ഇക്ക ഇങ്ങനെ കിടക്കല്ലേ.
അവന് വേണ്ടിയല്ലേ. പ്ലീസ്, ഇനി നിങ്ങളുടെ കാമുകനാകല്ലേ അവൻ. എടി, അത് ഷംന കണ്ട എന്താ വിചാരിക്ക? ആ, അതെന്തെങ്കിലും പറഞ്ഞാൽ മതി ഇത്ത. നീ കരുതിയ പോലെയല്ല, കള്ളിയ ഇത്ത പറഞ്ഞു. ആണോ? ഒന്ന് പോവന്നെ. വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. തിരിഞ്ഞെന്ന് ദോശ ചുട്ടുന്ന ഷംന ഒച്ച കേട്ട്. ആ, ചേച്ചി വന്നോ? ചായ റെഡിയായി, ചേട്ടന് കൊണ്ടേ കൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്കും കുടിക്കാം, അവൾ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാണില്ല, കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം, ആലീസ് ആൻറ്റി പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്, മുലുള്ളവർക്കുള്ളതും കൂടെ എടുക്ക്, നമുക്ക് കഴിക്കാമല്ലോ, ഇത്ത പറഞ്ഞു. ഷംന ദോശ ചുടുന്ന രീതിയിൽ പിറകിലേക്ക് നോക്കാതെ നിൽക്കുമ്പോൾ ആലീസ് പുറകിൽ നിന്നും ഓരോന്ന് ഒപ്പിക്കാൻ തുടങ്ങി. ഇത് അടുക്കളയാണെന്നും മരുമോൾ തൊട്ടടുത്ത് ദോശ ചുടുന്നുണ്ടെന്നും അറിഞ്ഞിട്ടും ഇത്താക്ക് ആലീസിൻ്റെ പ്രയോഗം പരിസരം മറപ്പിച്ചു. നീ ഇത് ചുട് ആലീസ്, നീ വാ, എൻ്റെ പുറം നല്ല വേദന, ആ മരുന്ന് ഒന്ന് പുരട്ടിത്താ. അത് പറഞ്ഞ് ഇത്ത ആലീസിനെ കൂട്ടി ആലീസ് കിടക്കുന്ന റൂമിലേക്ക് പോയി. എന്താ, വേദന കൂടിയോ എൻ്റെ ഇത്താക്ക്? അവിടെ എത്തിയതും ആലീസ് ചോദിച്ചു. എടി, ഇനി അവിടെ നിന്നാ അവളെല്ലാം അറിയും. എനിക്ക് വയ്യ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കാൻ. മനസ്സിലായി. എന്താ, ഇത്താക്ക് നേരത്തെ ചെയ്തതുപോലെ വേണോ? എന്നാ വാ, ആലീസ് ആൻറ്റി പറഞ്ഞു. എടി, ഇത് ആരും അറിയരുത്. എൻ്റെ പൊന്നിത്ത, ഇത്ത പേടിക്കണ്ട. ഇത്ത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടി? ഇത്താക്ക് എന്നെ ഇഷ്ടമാണോ? ഒന്ന് പോടി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഇപ്പോൾ വരുമായിരുന്നോ? ഇത്ത പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇത്ത ആലീസിനെല്ലാം സമർപ്പിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ആലീസ് ചോദിച്ചു, ഇത്ത, കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ഇത്തയെ ഒരുക്കി തരട്ടെ? നിനക്കതും അറിയോ? ആ, എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ? ശരിയാ, എന്നെ കൂടി പഠിപ്പിക്ക് ഇതെല്ലാം. ഇത്തയെ ജോൺ പഠിപ്പിക്കും. ഇനി അവൻ്റെ പെണ്ണാ ഇത്ത. ആടി, അവനെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഒരു ചുള്ളനാണ്, ഇത്ത പറഞ്ഞു. ആ, ഞാനന്ന് കണ്ടിരുന്നു നിങ്ങൾ നോക്കുന്നത്. ഇത്ത, നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ആലീസെ, എനിക്ക് നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല, ഇത്ത പറഞ്ഞു. എല്ലാം വളരെ മനോഹരമാക്കി വലിയ സന്തോഷത്തോടെ ചായയുമായി എൻ്റെ അടുത്തേക്ക് വരുന്ന ആലീസാൻ്റെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആഹാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, ഇന്നലെ കാര്യം സഹായിച്ചെന്ന് തോന്നുന്നു. ആടാ, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല എൻ്റെ ജോണെ. അവർ ഒരു രക്ഷയുമില്ല, പൊളിയാണ്. പുലർച്ചെ വരെ, അത് കഴിഞ്ഞ് രാവിലെയും അത് സെറ്റാക്കി. എന്നാ എൻ്റെ കാര്യം കൂടി ഒന്ന് പറ ആൻറ്റി. അതും പറഞ്ഞു. ഇന്ന് രാത്രി നോക്കാമെന്ന് ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്കൊരു കല്യാണമുണ്ട് 11 മണിക്ക് വയറ്റിലേക്കടുത്ത്. ഞാനൊന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇനി കിട്ടുന്ന സമയം വെറുതെ കളയാതെ കിട്ടുമോ എന്ന് ഒന്ന് ഉറപ്പാക്ക്. ആ ആൻറ്റി, അത് ഞാൻ ഏറ്റു. നിങ്ങളെ സ്വന്തമാക്കി എനിക്കാണോ ഈ ചീള് കേസ്? ഞാൻ പറഞ്ഞു. എന്നിട്ട് എത്ര ദിവസം നീ പറഞ്ഞ കാര്യമൊന്നും എത്തിയുടെ അടുത്ത് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. വേറെ ഡയലോഗ് അടിക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്തേക്ക. അത് എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ അവർക്ക് കലിപ്പാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ അവരോടുള്ള ആഗ്രഹമൊക്കെ ചോർന്നു പോകൂത്ത. എടാ, ഞാൻ നിന്നെക്കുറിച്ച് വലിയ സംഭവമാക്കി വെച്ചിട്ടുണ്ട്. അത് കളഞ്ഞ് കുളിക്കരുത്, കേട്ടല്ലോ? ആൻറ്റി, ഇന്ന് അവരുടെ ആഗ്രഹത്തിൻ്റെ മുന്നിൽ എൻ്റെ ആഗ്രഹം തുറക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ ജോൺ ഒരാൺകുട്ടിയല്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ചായയും തന്ന് ആലീസാൻറ്റി പോയി. ആലീസാൻറ്റി വരുന്നത് കണ്ട് എത്ത ചോദിച്ചു, എടി, നീ അവന് ചായ കൊടുത്തു വന്നോ? ആ, കൊടുത്തല്ലോ. എന്തു പറ്റി? അവനോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? അല്ലടി, കല്യാണത്തിന് അവനെയും കൂട്ടി പോവായിരുന്നു. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകാൻ വയ്യ. ഇത് കേട്ടു വന്ന ഷംന പറഞ്ഞു. ഇക്ക വിളിച്ചപ്പോൾ പറയുന്നുണ്ട് വയ്യാതെ എന്തിനാ കല്യാണത്തിന് പോകുന്നതെന്ന്. അതിനിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു മടി, ഇത്ത പറഞ്ഞു. ഇത്ത, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. നിങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ എനിക്കും വരായിരുന്നു, ഷംന പറഞ്ഞു.
എങ്ങോട്ട്? കല്യാണത്തിനോ? ഇത്ത ചോദിച്ചു. അല്ല, പോകുമ്പോൾ വൈറ്റിലയിൽ ഒരു സലൂണില്ലേ, അവിടെ ഒന്ന് പോകായിരുന്നു. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂടെ വന്നാൽ മതിയല്ലോ. അത് പിന്നെ ഇവിടെ ആലീസ് ഒറ്റയ്ക്കല്ലേ, നീ നിസാറിനെ കൂട്ടി നാളെ പൊക്കോ, ഇത്ത പറഞ്ഞു. അത് സാരില്ല, എന്നാ നിങ്ങൾ പോയി വാ, ഷംന പറഞ്ഞു. ആലീസ്, ഞാനന്ന് ഫ്രഷായിട്ട് വരാം, എന്നിട്ട് എന്നെ ഒന്ന് ഒരുക്കിത്താ. ഇവളാണ് എന്നെ എപ്പോഴും സഹായിക്കുക. നീ എന്തൊക്കെയോ പഠിച്ചതാണെന്നല്ലേ പറഞ്ഞത്, ഞാനൊന്ന് നോക്കട്ടെ നിന്റെ കഴിവ്, ഇത്ത പറഞ്ഞു. ആ, അത് ശരി, ചേച്ചിക്ക് ഡിസൈനിങ് ഒക്കെ അറിയോ അപ്പോൾ? ആ മോളെ, കുറച്ച് മേക്കപ്പും കുറച്ചൊക്കെ അറിയാം. ആഹാ, അത് കൊള്ളാം എന്തായാലും. ഇനി പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ചേച്ചിയോട് പറഞ്ഞാൽ മതിയല്ലേ, ഷംന പറഞ്ഞു. ഇക്കയുടെ അസുഖം മാറി ഞാൻ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ റെഡിയാണ്, ആലിസാൻറ്റി പറഞ്ഞു. അങ്ങനെ ഇത്ത കുളിക്കാനായി അവിടുന്ന് ബാത്റൂമിൽ കയറി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് റെഡിയാക്കി അടുക്കളയിൽ നിന്നും ആലിസും ഷംനയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലം ഒന്നായില്ലേ, എന്താ പ്ലാനിങ് ആണോ അതോ? ആലീസ് ചോദിച്ചു. എന്താ ചേച്ചി ചോദിക്കുന്നത്? കുട്ടികളുടെ കാര്യമാണോ? ആ, അതേ മോളെ. അതൊന്നും പറയാതിരിക്കുന്ന ചേച്ചി നല്ലത്. 2 തവണ ചെറിയ സൂചന തന്നു, പക്ഷേ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ട എന്തോ കുറവ് നിസാറിക്കയ്ക്ക് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് മരുന്ന് കുടിക്കാണ്, അല്ലാതെ പ്ലാനിങ് ഒന്നും ഇല്ല. ഉമ്മ പറഞ്ഞു നിസാറിൻ്റെ കാര്യം. ഞാനത് പിന്നെ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. അവൻ എങ്ങനെയാ, കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നില്ലേ, ആൻറ്റി ചോദിച്ചു. ഉമ്മാക്കറിയാം എൻ്റെ കാര്യം. ഉമ്മയെപ്പോലെ ഒരമ്മായിമ്മയെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം, ഷംന പറഞ്ഞു. ആ, അത് ശരിയാ, ഇത്ത സൂപ്പറാണ്. ഞാൻ ആദ്യം കരുതിയത് കുറച്ച് ഗൗരവക്കാരിയാണെന്നാണ്. അടുത്തറിഞ്ഞപ്പോഴാണ് അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. കല്യാണം കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള വസ്ത്രം ഉടുത്ത് നടക്കാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല എന്ന് കരുതി എനിക്ക് ഇവിടെ എത്തുന്നതും ഉമ്മ വിലക്ക് തന്നിട്ടില്ല. എൻ്റെ സ്വന്തം വീട്ടിൽ പോലും കിട്ടാത്ത വിധം ഫ്രീഡം എനിക്കിവിടെ ഉണ്ട്. അത് നീ നിസാറിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായി. നീ കുറച്ച് മോഡേൺ ആണല്ലേ, ആലീസ് പറഞ്ഞു. അത് ഇക്കാക്ക് ഇഷ്ടമാണ് ഞാനിങ്ങനെ ഒരുങ്ങി നടക്കുന്നത്. ഇക്കയുടെ ഫ്രണ്ട് സർക്കിളുള്ളവരുടെ ഭാര്യമാരിൽ ഞാനാത്രേ ഏറ്റവും ഭംഗി, അവർ പറയുമെന്നാണ് ഇക്ക പറയാറ്. ആര്? ഇക്കയുടെ ഫ്രണ്ട്സോ? ആ, എല്ലാവരും പറയും. പിന്നെ അഫ്സൽ, അവനാണ് എപ്പോഴും പറയാ. വായി നോക്കിയാണ്, എന്നെ കാണുമ്പോൾ അവനൊരു ചിരിയുമാണ്. ഏ, അഫ്സലാണോ ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്? അവനിങ്ങനെ നോക്കുന്നത് നിസാറിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? ഇക്കാക്ക് അവനോട് നല്ല കമ്പനിയാണ്. ഞാൻ പറഞ്ഞാലും പറയും അത് നീ അവനെ തെറ്റിദ്ധരിക്കുകയാണെന്ന്. മോളെ ഷംനെ, അവൻ ഇത്തേ കയ്യിലെടുത്തവനാണ്, അവനാണ് നിന്നെ ചൂണ്ടിയിടുന്നത്, ആലീസ് മനസ്സിൽ പറഞ്ഞു. അല്ല, ഈ അഫ്സൽ എങ്ങനെ ആള്? കാണാൻ ചുള്ളയാണോ? ആൻറ്റി ചോദിച്ചു. ഏയ്, അത്ര വലിയ ചുള്ളനൊന്നും അല്ല, ഷംന പറഞ്ഞു. ഓ, നിനക്ക് ചുള്ളൻ നിന്റെ നിസാർക്ക മാത്രമാകും, വേറെ ചുള്ളന്മാരെ നീ കണ്ടിട്ടുണ്ടോ? ആലീസ് ചോദിച്ചു. ഈ ചേച്ചി ഇതെന്തൊക്കെ പറയുന്നതും ചോദിക്കുന്നതും. എന്തായാലും ഉമ്മാക്ക് പറ്റിയ കൂട്ടാണ് നിങ്ങൾ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അത് ഉമ്മയാണ് ഇങ്ങനെയൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, ശരിക്കും നിനക്ക് നിസാറല്ലാതെ വേറെ ആരോടും ക്രഷ് തോന്നിയിട്ടില്ലേ? ചേച്ചി ഒന്ന് പോയേ, കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇനി ആരോട് ക്രഷ് തോന്നാൻ? അതെന്താ കല്യാണം കഴിഞ്ഞ പ്രശ്നം? നല്ല പെണ്ണുങ്ങളെ കണ്ട നിസാർ നോക്കൂലേ? അത് അങ്ങനെ നോക്കാറില്ലെന്നല്ല, എന്നാലും അതിന് ഒരതിരുണ്ടാകില്ലേ, അതാ ഞാൻ പറഞ്ഞേ. ഓ, ഇപ്പോൾ ഓക്കെ. ഞാൻ കരുതി നീ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്. നിനക്ക് ഈ അടുത്താരോടെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നിയിട്ടുണ്ടോ? ആലീസാൻറ്റി ചോദിച്ചു. ചേച്ചിക്കിത് എന്തു പറ്റി? രാവിലെ മുതൽ ഏതോ റീൽസ് കണ്ട് വട്ടായോ? മോളെ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ പെണ്ണെ, നീ പറ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത് ഒരാളുണ്ട്, പക്ഷേ ഞാനത് പറയില്ല. അതെന്താ ഷംന, ഇതിലും നല്ലത് ഒന്നും പറയാതിരിക്കുന്നതായിരുന്നു.
അത് ഒന്നും ഉണ്ടായിട്ടല്ല ചേച്ചി, അതറിഞ്ഞാൽ ശരിയായില്ല. നിനക്കെന്താ ആരോട് പ്രണയമാണോ? ഞാൻ ആരോടും പറയില്ല. പറ പെണ്ണേ. അത് ആരോടും പറയരുത്. ഇല്ല പെണ്ണേ, പറ. അത് നിങ്ങളുടെ ജോണിനെ കാണുമ്പോൾ. ഏ, സത്യമാണോ? അത് ചേച്ചി അവനോട് പറയരുത്, മോശമാണ്. എനിക്കവനോട് ഒന്നുമില്ല. അതെന്താ അവനിത്ര പ്രത്യേകത? ആലീസ് ഷംനയുടെ ഉള്ളറിയാൻ ചൂണ്ടയിടാൻ തുടങ്ങി. അത് കാണാൻ നല്ല ഭംഗിയുള്ള മുഖശ്രീയാണ്, പിന്നെ നല്ല പൗരുഷവും. നിസാറയ്ക്കയോട് ഞാൻ പറയും ജിമ്മിൽ പോകാൻ, എവിടെ കേൾക്കാൻ. നീ എങ്ങനെ ജോണിനെ കണ്ടു? നീ ആ ഭാഗത്തേക്ക് പോകാത്തതാണല്ലോ, ആലീസ് ചോദിച്ചു. അത് മുകളിലെ റൂമിലെ ജനൽ തുറന്നപ്പോൾ ഔട്ട് ഹൗസിൻ്റെ പുറത്ത് അവൻ നിൽക്കുന്ന കണ്ടു. അത് കേട്ട് ആലീസ് ഒന്ന് ചിരിച്ചു. അത് കണ്ട് ഷംന പറഞ്ഞു, ചേച്ചി എന്തിനാ ചിരിക്കുന്നത്? അവനോട് പോയി പറയരുത്. ഇക്കറിഞ്ഞ എന്ത് വിചാരിക്കും? ഞാൻ മോശമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. മോളെ ഷംനെ, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആരോടും പറയില്ല, പോരെ. പെട്ടെന്ന് അങ്ങോട്ട് ഇത്ത വന്നു. എന്താ ഇവിടെ, എന്നെക്കുറിച്ച് പരദൂഷണമാണോ? ഏയ്, ഇത്തയെക്കുറിച്ച് എന്ത് പറയാൻ, നിങ്ങൾ സൂപ്പറല്ലേ. ഞാനെൻ്റെ ഓരോ കാര്യങ്ങൾ ഇവളോട് പറയായിരുന്നു, ആലീസ് പറഞ്ഞു. ആ, പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വാ, സമയം ഒരുപാടായി, വൈറ്റിൽ വരെ എത്താനുള്ളതാ. ആലീസ് ഇത്തയുടെ കൂടെ ഡൈനിങ് റൂമിലേക്ക് പോയി. ആലീസ്, ഇതിട്ട് ഞാൻ എങ്ങനെയാടി ഇക്കയുടെ മുന്നിൽ പോവാ? സാരി ഉടുത്താൽ പോരെ? ഇക്ക വഴക്ക് പറയും, ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? എൻ്റെ ഇത്ത, നിങ്ങൾക്കിതുപോലുള്ള ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാനത് ഇടാറില്ല, അൻവറയ്ക്കൊക്കെ ഇഷ്ടമല്ല. ഇതിപ്പോൾ അതും കൂടിപ്പോയി. ഇപ്പോൾ കണ്ട സിനിമയിലേക്ക് ഓഫർ വരും, അത്ര മൊഞ്ചായിട്ടുണ്ട് ഇത്തേ കാണാൻ. ആലീസ് വീണ്ടും സോപ്പിട്ടു. ഡ്രസ്സിന് മാച്ചായ ഓർണമെൻറ്റ്സ് അണിഞ്ഞ് ഒരുക്കി കഴിഞ്ഞ് ആലീസ് അവിടുന്ന് പുറത്തേക്ക് വന്നു. ഈ സമയം ഔട്ട് ഹൗസിൽ ആൻറ്റിയുടെ വരവ് കാത്തിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. എടാ, അവരിപ്പോൾ ഇറങ്ങും, നീ കാറ് സ്റ്റാർട്ട് ചെയ്ത് റെഡിയായി നിന്നോ. പിന്നെ ഓൾ ദ ബെസ്റ്റ്. തിരിച്ചു വരുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത് കേൾക്കണം, കേട്ടല്ലോ. എൻ്റെ ആൻറ്റി, അത് ഞാൻ ഏറ്റു. പിന്നെ നമുക്കൊന്ന് കാണണം ഇത് കഴിഞ്ഞിട്ട്. ആടാ, ഞാനും അതിന് കാത്തിരിക്കുകയാണ്. ഇത്ത ഡ്രസ്സിങ് റൂമിൽ നിന്നും ഭർത്താവ് കിടക്കുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ ഇത്തയെ കണ്ട് അൻവർക്ക് പറഞ്ഞു, ഇതെന്താ കോല ആൻസിയ, എങ്ങനെയാണോ നീ കല്യാണത്തിന് പോകുന്നത്? ഇതിനിപ്പോൾ എന്താ കുഴപ്പമിക്ക? ആൻസിയ ചോദിച്ചു. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ എന്നെയും നിന്നെ മറിയുന്ന ആരെങ്കിലും കണ്ട? ഇത് നീ ഇടാതെ മാറ്റി വെച്ചതല്ലേ, പിന്നെന്തിനാ ഇപ്പോഴും തുടുത്തത്? ഇക്ക, നിങ്ങൾക്കല്ലെങ്കിലും ഞാനിങ്ങനെ ഒരുങ്ങി നടക്കുന്നത് പറ്റില്ലല്ലോ. എടി, നീ ഇപ്പോഴും 18കാരിയാണെന്നാണോ നിന്റെ വിചാരം? ആ സാരി ഉടുക്കുമ്പോൾ തന്നെ ആളുകൾ നോക്കുന്നത് നീ തന്നെ പറയാറില്ലേ? നിങ്ങൾ കുറ്റം പറയാതെ കിടക്കാൻ നോക്ക്, ഞാൻ പോയിട്ട് വരാം. മരുന്ന് സമയത്ത് കുടിക്കാൻ മറക്കണ്ട. അതും പറഞ്ഞ് ആൻസിയ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചേച്ചി ഒരുക്കിയത് കാണാൻ റൂമിന് പുറത്ത് ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്ന ഷംന. അവൾക്ക് നിസാരക്കയുടെ ഉമ്മയെ കണ്ട് കണ്ണ് തള്ളിപ്പോയി. എന്താ ഷംന, ബോറുണ്ടോ? ഷംന നോക്കുന്നത് കണ്ട് ഇത്ത ചോദിച്ചു. ഏയ്, ബോറൊന്നുമില്ല. പക്ഷേ ഉമ്മ, നിങ്ങൾ ഈ വേഷത്തിലാണോ കല്യാണത്തിന് പോകുന്നത്? ഇതിനാണോ എനിക്ക് ചുരിദാർ കാണിച്ചെന്നത്? ഇതിന് എന്താ കുഴപ്പം ഷംന, നല്ലതല്ലേ? അത് ഉപ്പൊന്നും പറഞ്ഞില്ലേ? ആ, ചെറിയൊരു വഴക്ക് കഴിഞ്ഞാൽ വരുന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റി സാരി ചുറ്റാൻ പോകാൻ സമയമില്ല, ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. ഇക്ക കാണണ്ട, ഓർമ്മയുണ്ടോ കഴിഞ്ഞ തവണ കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടായത്? അതെന്താ സംഭവം മോളെ? അവിടേക്ക് വന്ന് ആലീസ് ചോദിച്ചു. ഉപ്പാൻ്റെ കൂട്ടുകാരൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയതായിരുന്നു. അന്ന് സാരി ഉടുത്ത് ഇതുപോലെ നല്ല ഒരുങ്ങിയാണുമ്മ വന്നത്. അവിടെ കൂടിയവരെല്ലാം ഉപ്പയോട് ഉമ്മയെ കണ്ട് ചോദിച്ചെന്താണെന്ന് അറിയാമോ? എന്താ മോളെ, എന്താ ചോദിച്ചേ? മോളാണോ പെങ്ങളാണോ എന്ന്. കല്യാണം വരെ കഴിക്കാൻ ചെറുപ്പക്കാർ ആഗ്രഹം പറഞ്ഞു വന്നെന്ന്. അന്നുണ്ടായ വഴക്ക്
ഉപ്പ പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഉമ്മയോട് മിണ്ടിയത്. ഇത്ത, നിങ്ങൾ പോയി വാ. അൻവറിക്ക മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളും മിണ്ടാതിരിക്കുക, അല്ലാതെ നമ്മുടെ ആഗ്രഹം വേണ്ടെന്ന് വെക്കരുത്, ആലീസ് പറഞ്ഞു. ആ, എന്നാ പോയിട്ട് വരാം മോളെ. നീ നിസ്സാറിൻ്റെ അടുത്ത് പറയണ്ട ഇവിടെ ഉണ്ടായതൊന്നും. ഏയ് ഇല്ലുമ്മ, നിങ്ങൾ പോയി വാ. ഇക്ക വരും മുമ്പ് എത്താൻ നോക്ക്, ഇല്ലെങ്കിൽ പിന്നെയും ഉപ്പയും മോനും ഒന്നാകും. അങ്ങനെ ഇത്ത ഡോറ് തുറന്ന് കാറിൽ കയറിപ്പോയി. ഉമ്മക്ക് വിഷമുണ്ടാവും ഉപ്പ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് എപ്പോഴും. ആക്സിഡൻ്റ് പറ്റിയതിൽ പിന്നെ ഉപ്പാക്ക് ഉമ്മയുടെ കാര്യമൊന്നും നോക്കാൻ പറ്റാത്ത സങ്കടം നല്ലതുപോലെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഉപ്പ വിഷമിക്കുന്ന കാര്യം ഉമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല ഉമ്മ ഇങ്ങനെ പോയത്. അന്ന് 2 ദിവസം ഉപ്പ മിണ്ടാതെ നടന്നിട്ട് ഉമ്മയുടെ അവസ്ഥ കണ്ട് എനിക്ക് പോലും സങ്കടം വന്നിട്ടുണ്ട്. അത്ര സ്നേഹമാണ് ഉമ്മാക്ക് ഉപ്പയോട്. ഉപ്പാക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മാക്ക് സ്വന്തം കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, ആലീസ് പറഞ്ഞു. അത് ചേച്ചിക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞങ്ങളുടെ ആളുകൾക്ക് ഇങ്ങനെ നടക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. എനിക്ക് മനസ്സിലാവും, പക്ഷേ ഉപ്പാക്കോ നിസാറിക്കോ അത് മനസ്സിലാവില്ല. അവർ പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. ഈ സമയം ആൻസി എത്തിക്കൊണ്ട് കാറ് മുന്നോട്ട് പോകുമ്പോൾ മുന്നിലെ മിററിലൂടെ പിറകിലിരിക്കുന്ന ഇത്തയെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത്ത എന്നോട് ചോദിച്ചു, ജോൺ, എന്താ ഇത്, നോക്കി ഓടിക്കുക, അല്ലാതെ എന്നെ നോക്കിയിരിക്കല്ലേ. എൻ്റെ ഇത്ത, നിങ്ങളിങ്ങനെ ഒരുങ്ങി വന്നാൽ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പറഞ്ഞു. നിനക്ക് ധൈര്യമൊക്കെ വന്നല്ലോ എന്നോടിങ്ങനെ സംസാരിക്കാൻ. അത് പിന്നെ ഇത്ത എന്താണെന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാനെന്തിനും പേടിക്കണം. എൻ്റെ ആൻറ്റി എനിക്ക് എടുത്തില്ലേ. ജോൺ, പറ്റിപ്പോയി. ഇപ്പോൾ അതിൽ ഞാൻ ഖേദിക്കുന്നു. എൻ്റെ ഇക്കയെ മറന്ന് എൻ്റെ കുട്ടികളെ മറന്ന് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഏയ് എന്താ ഇത്ത, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്തിനു കുറ്റബോധം? നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് എൻജോയ് ചെയ്ത് തീർക്കണം. ജോൺ, നീ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, മിണ്ടാതെ കാർ ഓടിക്കാൻ നോക്ക്. ഇവർക്ക് ഇതെന്ത് പറ്റി? എൻ്റെ ആഗ്രഹവും ഒന്നും നടക്കില്ലേ? ആൻറ്റി പറഞ്ഞതുപോലല്ലല്ലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് കല്യാണം നടക്കുന്ന ഹോളിൻ്റെ മുന്നിലെത്തിയപ്പോൾ കാറിൽ നിന്നും ഇറങ്ങും മുമ്പ് ഇത്ത പറഞ്ഞു, നീ അകത്ത് കയറി എന്താ വേണ്ടെന്ന് വെച്ചാൽ കഴിച്ചോ. ഞാൻ വിളിക്കുമ്പോൾ കാറെടുത്ത് ഇവിടെ തന്നെ വന്നാൽ മതി. കാറിൽ നിന്നും ഇത്ത ഇറങ്ങിപ്പോയതും ഞാൻ ആൻറ്റിയെ വിളിച്ചു. ഹലോ, എന്താ ജോൺ, നീ കല്യാണത്തിന് പോയില്ലേ? ആ പോയി, അവിടെയാണുള്ളത്. എന്താടാ ഒരു ഉഷാറില്ലാത്ത പോലെ, എന്തു പറ്റി? ആൻറ്റി, അവർ ഭയങ്കര സെൻറ്റിയാണ്, ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. അവർക്ക് കുറ്റബോധം. നിങ്ങൾ വെറുതെ മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ചു. എടാ, അതൊന്നുമല്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പ്രശ്നമുണ്ടായി. അവരങ്ങനെ ഒരുങ്ങിയത് അൻവറിക്കയ്ക്ക് അത്ര പറ്റിയിട്ടില്ല. എടാ, ഇക്കയും ഇത്തയും നമ്മൾ കരുതിയ പോലെ അല്ല, നല്ല സ്നേഹമാണ്. അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്കും അവരെ അങ്ങനെയൊക്കെ കിട്ടിയത്. ഇറങ്ങും മുമ്പ് ഇക്കയുടെ വഴക്ക് കേട്ട് അവരുടെ മനസ്സ് മാറിക്കാണും, അതാണ് ആ കുറ്റബോധം. എന്നാലും ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ആൻറ്റി. ഞാൻ നിനക്ക് ഒരു വീട് അയച്ചു തരാം, നീ പ്രശ്നമാക്കാതെ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. അതിൽ ഒരു കാര്യമുണ്ട്. എന്നാ ആൻറ്റി അത് അയച്ചതാ, ഞാൻ നോക്കട്ടെ. ആൻറ്റി അയച്ച വീഡിയോ പ്ലേ ചെയ്ത് കണ്ട് എൻ്റെ മനസ്സിൽ ഇത്തയെ സ്വന്തമാക്കാനുള്ള വഴി തെളിഞ്ഞു വന്നു. അങ്ങനെ ഇത്തയുടെ വരവിനായി ഞാൻ കാത്തിരുന്നു.